ഹായ് ഫ്രണ്ട്സ്, ഇനാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബോർഡർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ബോർഡർ ഡിസൈൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ദുപ്പട്ടയിലും അതുപോലെ തന്നെ നെക്ക്, സ്ലീവ്, സാരിയുടെ ബോർഡർ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിടണം, അതായത് നമ്മൾ സീം അലവൻസ് വിട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടതിന് ശേഷം ഒരു 3 ബീഡാണ് കോർത്തെടുക്കേണ്ടത്. 3 ബീഡ് കോർത്ത് കൊടുക്കുക. കോർത്തതിന് ശേഷം നിങ്ങൾ ഇതിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കരുത്, ഒന്ന് ചുരുക്കിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ, കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിലാണ്, അത്രയും സ്പേസിലാണ് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വെച്ചതിന് ശേഷം അതായത് ഒരു 4 ഇഞ്ചിൻ്റെ സ്പേസ് കേട്ടോ, ഇതുപോലെ കുത്തിയെടുക്കാം. കണ്ടില്ല, അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ലാസ്റ്റത്തെ ബീഡുണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കാം. ഇനി അടുത്തത് നമ്മൾ കോർക്കുമ്പോൾ 2 ബീഡാണ് കോർത്തെടുക്കേണ്ടത്. അതും നമുക്ക് ഇതേപോലെ ആ ഒരു സ്പേസ് നോക്കാം, ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ നോക്കുക. എന്നിട്ട് ലാസ്റ്റത്തെ ബീഡിൻ്റെ ആ ഒരു ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. കണ്ടോ, ഇതേപോലെയാണ് ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 ബീഡ് ഇട്ടിട്ടാണ് കോർത്തെടുത്തിട്ടുള്ളത്. 3 ബീഡ് ഇട്ട് കോർത്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പ് വെച്ച് നോക്കുക. കാരണം ആ ബീഡിൻ്റെ കറക്റ്റ് സൈസിൽ വെച്ചിട്ട് അടുത്ത സ്റ്റിച്ച് ചെയ്യരുത്. അതിന് ഒരു 4 ഇഞ്ച് അത്രേ വരുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു ലെവലിലാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. എന്നിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കോർത്തെടുക്കുക. കോർത്തിട്ട് ലാസ്റ്റത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് വീണ്ടും ത്രെഡിനെ കോർത്തെടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ 2 ബീഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ 3 ബീഡ് ഇട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ 2 ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ത്രെഡ് നിങ്ങളെപ്പോഴും ഈ 2 ലെയറിലിട്ടിട്ട് നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ നീഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10, 12 ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ തെൻസാൺ ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള എൻ്റെ മറ്റൊരു ചാനലുണ്ട്, അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പോയി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ചുരിദാറോ ബ്ലൗസോ ആരി എംബ്രോയിഡറിയോ അങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി.
ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഈ എൻഡ് വരെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സീം അലവൻസ് വിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ക്ലോത്തിലൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് തുന്നിയെടുക്കുക. പിന്നെ ഒന്നും കൂടി ഇതിൽ കൂടെ കോർക്കുക. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചും കൂടി നീട്ടിയെടുക്കുന്നുണ്ട്, പുറത്തേക്ക് കാണാത്ത രീതിയിൽ. അത് ഞാൻ റഫായിട്ടൊരു സ്ലീവിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സ്ലീവിലും അതുപോലെ തന്നെ ഷോളിലൊക്കെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ ഇത് ചെയ്യാനുള്ള മനസ്സും മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.